എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ചർച്ചയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. രക്തസ്രാവം ഉള്ള സ്ത്രീയെ സൗഖ്യമാക്കിയ അത്ഭുതം, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ നമ്മോടൊപ്പം പാസ്റ്റർ ജോൺ ജോയിയും പാസ്റ്റർ രാജേഷും എത്തിയിട്ടുണ്ട്. നമുക്കവരെ സ്വാഗതം ചെയ്യാം. പാസ്റ്റർ ജോൺ ജോയി, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. പാസ്റ്റർ രാജേഷ്, സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം രക്തസ്രാവമുള്ള സ്ത്രീയെ സൗഖ്യമാക്കിയ അത്ഭുതം. ഈ അശുദ്ധമായ ഒരു സ്ത്രീ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ്? നീണ്ട 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ അവളുടെ ശരീരത്തിന് നല്ലൊരു വസ്ത്രം ധരിക്കുന്നതിനോ മറ്റൊന്നും കഴിയാത്തൊരു കല്യാണത്തിനോ മറ്റ് ഒരു ഫംഗ്ഷനോ ഒന്നും അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് വരാൻ പറ്റുന്നില്ല. ഒരുപാട് രോഗികളെ സൗഖ്യമാക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് അവൾ കേട്ടു. വൈദ്യന്മാർ, ഡോക്ടർമാരെല്ലാം അവളെ ഉപേക്ഷിച്ചു. അവളുടെ പണമെല്ലാം നഷ്ടമായി. എന്നാൽ മോശയുടെ ന്യായപ്രമാണ പ്രകാരം അശുദ്ധിയായ ഒരു സ്ത്രീക്ക് ഒരു പൊതുസ്ഥലത്ത് വരാൻ പറ്റത്തില്ല. അവൾ മറ്റൊരു വസ്തുവിനെ തൊട്ട് കഴിഞ്ഞാലോ അവളെ മറ്റൊരു തൊട്ട് കഴിഞ്ഞാലോ അവർ അശുദ്ധമായിട്ട് മാറും. ന്യായപ്രമാണ പ്രകാരം പൊതുവിലേക്ക് വരാൻ പറ്റാത്ത ഈ സ്ത്രീ അവൾ വിചാരിച്ചു, യേശുക്രിസ്തു വരുന്നുണ്ട്, അല്ല യേശുക്രിസ്തു പോകുന്നു, എനിക്ക് അവനെ കാണണം. വളരെ രഹസ്യമായിട്ട് അവൾ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട് അവൾ മാറിയിരിക്കുന്നതായിട്ടാണ് അതിൻ്റെ പശ്ചാത്തലം. അപ്പം ഈ സ്ത്രീ അശുദ്ധയാണോ? അവൾ തീർച്ചയായിട്ടും അശുദ്ധിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തസ്രാവമുള്ള സ്ത്രീ നിൽക്കാത്ത 12 വർഷമായിട്ട് അവൾക്കൊരു നല്ല തുണി ഉടുക്കുന്നതിനോ ഒരു പൊതുവേദിയിൽ വരുന്നതിനോ ഒന്നും അവൾക്ക് സാധിക്കത്തില്ല. മാത്രമല്ല, മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇങ്ങനെയുള്ളവർ അകന്ന് വീട്ടിൽ നിന്ന് അവർ പ്രത്യേക ഒരു സ്ഥാനത്ത് മാറിയിരിക്കണമെന്നും ചില കാര്യങ്ങളൊന്നും തൊടാൻ പാടില്ല, ചില സ്ഥലത്തവർക്ക് വരാൻ പാടില്ല. മോശ വളരെ കർശനമായിട്ട് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അത് ഇന്നും അപ്രകാരമാണ്. ഇന്നും അപ്രകാരം അശുദ്ധിയായ സ്ത്രീ അവർ പലപ്പോഴും തൊട്ടുകൂടാത്തവളായിട്ട് മാറി നിൽക്കുന്നുണ്ട് ഇന്നും പലയിടങ്ങളിൽ. അത് ശരിക്കും ശരിയാണോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിക്കുന്ന നമ്മൾ ഇതെല്ലാം അശുദ്ധിയാണ് എന്ന് പറയുന്നത് ശരിക്കും സത്യാവസ്ഥയുണ്ടോ അതിൽ? ഇത് എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ നിയമപ്രകാരം ഒരു സ്ത്രീയുടേതായ അശുദ്ധമുള്ളതായ സമയത്ത് അത് ചെയ്യാതിരിക്കുന്ന പറഞ്ഞാൽ അവൾ വിശുദ്ധയായിരിക്കണം. അത് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുവാനും അല്ലെങ്കിൽ ദൈവസന്നിധിയിലായിരിക്കണം. ഒക്കെ നമ്മൾ വിശുദ്ധമായ ശരീരത്തോടു കൂടി, പ്രത്യേകിച്ച് വചനം പറയും, നാം നന്നായിട്ട് നല്ല ജലം ഉപയോഗിച്ച് നമ്മൾ കുളിച്ചവരായിരിക്കണം, നന്നായിട്ട് വൃത്തിയുള്ളവരെ നമ്മളെങ്കിൽ മാത്രമേ നമുക്ക് സഭയിൽ പോകുവാനോ ദൈവ സന്നിധിയിലായിരിക്കുവാനോ ആരാധനയിൽ പങ്കുകൊള്ളുവാൻ സാധിക്കത്തുള്ളൂ. അപ്പം അശുദ്ധയായിരുന്നാലും നമ്മൾ വൃത്തിയുള്ളവരാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ പോകാം, അല്ലേ? അതെ, വൃത്തിയുള്ളവരായിരിക്കണം. കുറച്ച് ഇവിടെ ഈ അശുദ്ധം എന്ന് പറയുന്നത് അവളുടെ രക്തസ്രാവത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ വചനം നമ്മോട് പറയുകയാണ്, അവൾ 12 വർഷമായിട്ട് അവൾക്കുള്ളതായ സകല സമ്പത്തും അവൾ ചെലവഴിച്ചിട്ടും അവൾക്ക് അസുഖം മാറിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ജനങ്ങളിൽ പലരും ഈ അശുദ്ധിയായിരിക്കുന്ന ടൈമിൽ പള്ളിയിൽ പോകാറില്ല. അതെന്തുകൊണ്ടാണ് പാസ്റ്റർ? അതൊരു മിഥ്യാധാരണയല്ലേ? അല്ല, അതിനകത്ത് ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് അവർ പോയി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ചില ശാരീരികമായിരിക്കുന്ന അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ മാറി നിൽക്കുന്നതേ ഉള്ളൂ. അതൊരു നല്ല കാര്യമാണ്. പബ്ലിക്കിൻ്റെ ഇടയിൽ അവർക്ക് പെട്ടെന്ന് മറ്റ് ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് പോകാനും വരാനും പോകാനും ഒക്കെ സാധിക്കത്തില്ല. അപ്പോൾ കഴിവതും, എന്നാൽ ഇന്ന് കുറച്ച് സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ മോശയുടെ പ്രമാണം അനുസരിച്ച് അവൾ അശുദ്ധ തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ പാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ അപ്രകാരം ഒരു മീഡിയം കടന്നു വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകുവാനും ഒന്നിനും സാധിക്കത്തില്ല പലപ്പോഴും. അതുകൊണ്ട് അപ്രകാരമുള്ളതായ സമയത്ത് മാറി നിൽക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ ഒന്നും അശുദ്ധമല്ല എന്ന് നമുക്ക് ചിന്തിച്ചൂടെ? തീർച്ചയായിട്ടും ചിന്തിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. എങ്കിലും നമ്മൾ ഇപ്രകാരം പറഞ്ഞ പ്രകാരം നാം ആ സമയത്ത് മാറി നിൽക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുകയില്ല, നമുക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. ഞാൻ അശുദ്ധയാണെന്ന് തോന്നലും നമുക്ക് അപ്രകാരം വരാതിരിക്കുകയും ചെയ്യും. ഓക്കെ, യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഈ സ്ത്രീ പോകാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് പാസ്റ്റർ? സൗഖ്യത്തിന് വേണ്ടിയാണ്. നീണ്ട 12 വർഷമായി സകല ഡോക്ടർമാരാരും വൈദ്യന്മാരാരും ചികിത്സിച്ചിട്ട് ഭേദം വരാത്ത എൻ്റെ ഈ രോഗത്തിന് യേശുക്രിസ്തു പൂർണ്ണ സൗഖ്യദായകനാണെന്ന് അവൾ പരിപൂർണമായിട്ട് വിശ്വസിച്ചിരുന്നു. അവിടെ വചനം പറയുന്നത്
അവളുടെ സകല സമ്പത്തും അവൾ ഉപയോഗിച്ചെന്നുള്ളതാണ്. അവളുടെ എല്ലാ സമ്പത്തും എല്ലാ വൈദ്യന്മാരെ പോയി കണ്ടു. ഒരാൾ പറഞ്ഞു, അങ്ങ് കാരേക്കോണത്തിനടുത്ത് ഒരു വൈദ്യനുണ്ട്, നീ അവിടെ പോയി കണ്ടാൽ നിനക്ക് സൗഖ്യം വരും. അവൾ അവിടെയും പോയി. അവിടെ പോയിട്ടും സൗഖ്യം വന്നില്ല. അത് വീണ്ടും പറഞ്ഞു, അങ്ങ് നെയ്യാറ്റിൻകരയിൽ നിങ്ങൾക്കൊരു വൈദ്യനുണ്ട്, അവിടെ പോയാൽ നിങ്ങൾക്ക് സൗഖ്യം. അങ്ങനെ പോകാന്നിടത്ത് എല്ലായിടത്തും അവൾ പോയി, എല്ലാ മെഡിക്കൽ കോളേജിലും പോയി. അപ്പൊ വേറൊരാൾ പറഞ്ഞ് മാവേലിക്കര ചെന്നാലും സൗഖ്യം കിട്ടുക. അതെ. അപ്പൊ ലോകത്തിന്റെ എവിടെ അവൾ പോകാമോ, എവിടെ ഡോക്ടർമാരുണ്ടോ അവിടെയൊക്കെ പോയി. പക്ഷെ പരിപൂർണ്ണ സൗഖ്യം കിട്ടിയില്ല. അവളുടെ രോഗം വർദ്ധിച്ചു വരികയാണ്. നമ്മൾ സാധാരണ ഒരു മെഡിസിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സൗഖ്യമുണ്ടെങ്കിൽ, ഒരു ആശ്വാസം ഉണ്ടെങ്കിൽ നമ്മളതിനെ തുടർന്ന് നമ്മൾ ആ ചികിത്സ ആഗ്രഹിക്കും. പക്ഷെ ഇതൊന്നും കുറയുന്നില്ല. അവൾക്ക് അസുഖം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, അവളുടെ സമ്പത്തൊക്കെയും നശിച്ചു തീർന്നു, ഇനി ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ ഈ സ്ത്രീ ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന് അവളുടെ രോഗമെല്ലാം പറഞ്ഞു? അവർ രോഗമൊന്നും പറഞ്ഞില്ല. അവളെന്ത് തിക്കിത്തിരക്കുന്ന ആളുകളുടെ ഇടയിൽ അവൾ വളരെ രഹസ്യമായിട്ട് ഇരിക്കുന്നതായിട്ട് ഇടയ്ക്കൂടെ ഇങ്ങനെ നുഴഞ്ഞു കയറി. ഇത് സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യാൻ ചെല്ലാൻ പറ്റുമല്ലോ അല്ലേ? അപ്പൊ അവൾ അങ്ങനെ നുഴഞ്ഞു കയറി, പ്രത്യേകിച്ചും അശുദ്ധി ആയതുകൊണ്ട് ആരും അറിയരുത്. അതെ, ആരും അറിയാത്ത രീതിയിൽ തന്നെ കവർ ചെയ്ത്, തന്നെ തുണിയെ കൊണ്ട് മറച്ച്, തല മാത്രം, 2 കണ്ണും ചുണ്ടും കാണുന്ന രീതിയിൽ മാത്രം എല്ലാം കവർ ചെയ്ത് പതുക്കെ, മറ്റാരും അറിയാതെ പതുക്കെ ഈ സ്ത്രീ കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവർക്ക് അറിയാം, എനിക്ക് കർത്താവിനെ തൊടുവാൻ സാധിക്കില്ല. കാരണം ഒരു വൻമതിൽ പോലെ ചില ആൾക്കാർ കർത്താവായ യേശുവിന്റെ ചുറ്റും നിൽക്കുകയാണ്. അവനെ തൊടുവാൻ, മറ്റാർക്കും തൊടുവാൻ സാധിക്കാതെ വണ്ണം പലരും കർത്താവായ യേശുവിന് ചുറ്റും നിൽക്കുകയാണ്. അപ്പൊ അവരുടെ എല്ലാവരുടെയും ആ ഒരു മതിൽ ഭേദിച്ച് കർത്താവിനെ തൊടുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, യേശുക്രിസ്തുവിൻ്റെ അടുത്ത് എത്ര അശുദ്ധനും ആർക്കും വേണ്ടാത്ര ധൈര്യമായിട്ട് വരാം. ഇന്ന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി മാധ്യമങ്ങളോട് വായിക്കുന്നുണ്ട്. നാം ഒരു ദൈവത്തെ തൊട്ട് കഴിഞ്ഞാൽ ആ ദൈവം അശുദ്ധമാകും. പക്ഷെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു അങ്ങനെയല്ല, തൊടുന്നവൻ സൗഖ്യമാകും, യേശു അശുദ്ധമാകത്തില്ല. ഈ ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം. യേശുക്രിസ്തുവിനെ തൊട്ടവർ അവർ ശുദ്ധമാകുകയും സൗഖ്യമാകുകയും ചെയ്തു. മറിച്ച് യേശു അശുദ്ധനാകുകയോ അവൻ്റെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് നഷ്ടം വരുകയോ ഒന്നും ചെയ്തില്ല. അതാണ് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. ഈ സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചെല്ലാനായിട്ട് അവൻ്റെ കാൽക്കൽ പിടിച്ച് എങ്ങനെയെങ്കിലും ഇന്ന് സൗഖ്യം ചോദിച്ച് വാങ്ങും. പക്ഷേ ആളുകൾ നിമിത്തം ചെയ്യാൻ പറ്റും അവരുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലച്ചം തൊട്ടു. ഇവിടെ യേശുക്രിസ്തു ചോദിക്കുകയാണ്, എന്നെ ആരാണ് തൊട്ടത്? അത്ഭുതം തോന്നും അല്ലേ? ഒത്തിരി ആൾക്കാർ തിക്കി തിരക്കി ഇങ്ങനെ കൊണ്ടുപോകുന്ന അനേക ആളുകൾ തങ്ങനെ മുട്ടി ഉരുമി പോകുമ്പോൾ ചോദിക്കുകയാണ്, എൻ്റെ വസ്ത്രത്തെ തൊട്ടതാരാണ്? അത് നമുക്ക് വല്ലാത്തൊരു ചോദ്യമായിട്ട് തോന്നും. പക്ഷേ യേശുക്രിസ്തു എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. നാം വിശ്വസിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ തൊടാൻ താല്പര്യം കാണിച്ചാൽ ശക്തി പുറപ്പെടും. നല്ല ഒരു ചർച്ചയായിരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തുടരാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച തുടരുന്നതായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ചർച്ചയിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ പറയുകയുണ്ടായി, സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ തൊങ്ങലിൽ തൊട്ടുവെന്ന്. ഇതെന്താണ് ഈ തൊങ്ങൽ? യേശുക്രിസ്തുവിൻ്റെ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം, അല്ല ഒരു അറ്റത്ത് അവൻ തൊട്ടെന്നാണ് അർത്ഥം. അങ്ങനെ അറ്റത്ത് തൊട്ടാൽ സൗഖ്യം ലഭിക്കുമോ? തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ആയതുകൊണ്ട് സൗഖ്യമായി. മറ്റൊരാളുടെ വസ്ത്രത്തിൽ തൊട്ടാൽ ചിലപ്പോൾ സൗഖ്യം ഉണ്ടാകത്തില്ല. അതാണ് എൻ്റെ പ്രതി. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ ഇവളെന്താണ് ആഗ്രഹിച്ചത്? എനിക്ക് യേശുക്രിസ്തുവിൻ്റെ പവർ, അവൻ്റെ ശക്തി ഇന്ന് എൻ്റെ ശരീരത്തെ വഹിക്കണം. ഞാൻ സൗഖ്യമുള്ളവനായിട്ട് പോകത്തില്ല. ഇനി എനിക്ക് 12 വർഷം, ഇനി ഒരു 13ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അവളുടെ വിശ്വാസം അത്ര ശക്തമായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ ശക്തി തന്നെ പ്രവഹിച്ചത്. ഇവിടെ സൗഖ്യം പ്രാപിക്കാൻ ഇവിടെ പാസ്റ്റർ പറയുകയുണ്ടായി, തൊങ്ങലിൽ തൊട്ടുവന്ന്. അപ്പോൾ കർത്താവായ ദൈവത്തിൽ വിശ്വസിച്ച ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാരൊക്കെയും, അതായത് നമ്മുടെ വചനം പറയുന്നുണ്ട്, പത്രോസിൻ്റെയും പൗലോസിൻ്റെയും റൂമാലുകൾ, അതായത് അവരുടേതായ തൂവാലകൾ കൊടുത്തു വിട്ടിട്ട് പലരും സൗഖ്യം പ്രാപിച്ചവരുണ്ട്. വചനത്തിൽ പറയുന്നു, പലരും പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തൂവാലകൾ, അവർ ഉപയോഗിച്ചതായ തൂവാലകൾ വാങ്ങി കൊണ്ടുപോയി വീശിയതായ സമയത്ത് ഭൂതങ്ങൾ പുറത്തായി, അസുഖക്കാർക്ക് എല്ലാവർക്കും സൗഖ്യം വന്നു. അങ്ങനെ പല അതിശയങ്ങളും അവർക്കും ചെയ്യുവാൻ തക്കവണ്ണം സാധിച്ചു. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വരികിൽ നമുക്കും അപ്രകാരം വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ശക്തീകരിക്കും. അപ്പോൾ ഈ സ്ത്രീ തൊടുന്നത് ഈ റൂമാൽ, അതായത് തൊങ്ങലിൽ, കർത്താവായ യേശുവിൻ്റെതായ വസ്ത്രത്തിൻ്റെതായ തൊങ്ങലിൽ, ഒരു അറ്റത്തിൽ, അതായത് കർത്താവ് പോകുന്നതായ സമയത്ത്
അവൻ്റെതായ ആ ഷോള്, അവൻ്റെതായ ഈ തുണിയുടെ ഒരു അറ്റം തറയിൽ ഇങ്ങനെ എഴഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഈ സ്ത്രീ പതുക്കെ നുഴഞ്ഞു ചെന്നിട്ട് ഈ തൊങ്ങലിലൊന്ന് തൊടുകയായിരുന്നു വിശ്വാസത്തോടെ. കാരണം കർത്താവായ യേശുവിനെ തൊടുവാൻ എനിക്ക് സാധിക്കത്തില്ല, കാരണം ഞാൻ അശുദ്ധിയായ സ്ത്രീയാണ്, ജനങ്ങൾ എന്നെ സമ്മതിക്കുകയില്ല, എത്രത്തോളം തിരക്കുണ്ട്. എങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ കൈയെങ്കിലും നീട്ടി ഒന്ന് തൊങ്ങലിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്നുള്ള ചിന്ത ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സ്ത്രീ തൊങ്ങലിൽ പോയി തൊടുന്നതും ആ ശക്തി പുറപ്പെട്ടു വന്ന് ഇവൾക്ക് സൗഖ്യം ലഭിക്കുന്നത്. അപ്പം ആ ശക്തി പുറപ്പെട്ടപ്പോൾ കർത്താവായ യേശുക്രിസ്തു അറിഞ്ഞിരുന്നോ? യേശുക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടപ്പോൾ യേശുക്രിസ്തു അറിഞ്ഞു. അതാണ് ചോദിച്ചത്, ആരാണ് എന്നെ തൊട്ടത്? അതെ, യേശുക്രിസ്തു ചോദിച്ചതിൻ്റെ കാരണം ആരാണ് എന്നെ? നമ്മുടെ ശരീരത്ത് നമ്മളിങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ ട്രെയിനിൽ കൂടെ സഞ്ചരിക്കുകയാണ്, നമ്മുടെ പുറകിൽ നിന്ന് ആരെങ്കിലും പർപ്പസായിട്ടൊന്ന് ഞോണ്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് തോണ്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആ സമയത്ത് എന്താണ്, സാധാരണ ഇങ്ങനെ മുട്ടി വരുന്നത് പോലെ അല്ല ഒരാളിങ്ങനെ തോണ്ടി വിളിക്കുന്നത്. അന്നേരം നമ്മൾ എന്താ അങ്ങനെ ചെയ്തത് നമ്മൾ ചോദിക്കും. ഈ വിശ്വാസത്തോടെ ഒരു പ്രത്യേക അർത്ഥത്തോടു കൂടെ അവൾ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ യേശുക്രിസ്തുവിന് ശക്തി പുറപ്പെടുകയാണ്. പക്ഷെ ഒരു അതിശയവിധ കാര്യമുള്ളത്, ആ വസ്ത്രം അവൻ്റെ ശരീരമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു വസ്ത്രമായിരുന്നു. അതായത് ഇപ്പോൾ എൻ്റെ പാൻസിലോ ഷർട്ടിലോ ആരെങ്കിലും തൊട്ടാൽ, കാരണം അത് എൻ്റെ ശരീരമായിട്ട് ചേർന്നിരിക്കുന്നത് കൊണ്ട് അത് തൊടുമ്പോൾ എൻ്റെ ശരീരം അറിയും, എൻ്റെ ത്വക്കത് മനസ്സിലാക്കും. എന്നാൽ ഇവിടെ ആ വസ്ത്രവും ശരീരവുമായിട്ട്, കർത്താവിൻ്റെ ശരീരവുമായിട്ട് യാതൊരു ബന്ധമില്ലാതിരുന്നിട്ടും അത് തറയിലൂടെ അല്പമായിട്ട് എഴുതുന്നതായിരുന്നിട്ട് കൂടി കർത്താവായ യേശു തിരിച്ചറിയുകയാണ്. അപ്പം നമ്മെപ്പോലെയല്ല കർത്താവിൻ്റെ ശരീരം, നമ്മെപ്പോലെയല്ല. നമ്മ കർത്താവായ ദൈവം വിശ്വാസത്തോടു കൂടി ആര് തൊട്ടാലും അത് ആ ഒരു സ്പർശനം കർത്താവ് തിരിച്ചറിയുകയാണ്. അപ്പം കർത്താവായ യേശുക്രിസ്തു എന്ത് പറഞ്ഞു ഈ സ്ത്രീ തൊട്ടതിന് ശേഷം? കർത്താവ് അതിശയത്തോടു കൂടി ചോദിക്കുകയാണ്, എന്നെ തൊട്ടതാർ? അപ്പോസ്തലന്മാർ ചോദിക്കുകയാണ്, എന്നെ തൊട്ടതാരാണ്? പത്രോസ് ചോദിക്കുകയാണ്, കർത്താവായ യേശു എന്ത് മണ്ടത്തരമാണ് അങ്ങ് പറയുന്നത്? കാരണം ഇത്രയും വലിയ ജനക്കൂട്ടം നിന്നെ തെക്കി തിരക്കുകയാണ്, നിന്നെ ഇടിക്കുന്നുണ്ട്, തള്ളുന്നുണ്ട്, ആൾക്കാർ തൊടുന്നുണ്ട്. ഈ ഒരു സമയത്ത് എന്നെ തൊട്ടതാരെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് ഉത്തരം പറയണം? ജനങ്ങളെല്ലാം തന്നെ തൊടുന്നുണ്ട്. എന്നാൽ ഈ സ്ത്രീ തൊട്ടതിന് ശേഷം അവൾ മാറി നിൽക്കുകയാണ്. സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞു അവൾ. ഭയന്ന് മാറി നിൽക്കുക. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ അശുദ്ധിയാണെന്ന് ആളുകൾക്കറിയാം, അല്ലെങ്കിൽ ഇവക്കറിയാം. ഇങ്ങനെ അശുദ്ധിയായ ഒരു സ്ത്രീ ഒരു പബ്ലിക്കിൽ വന്ന് നിന്നത് ആളുകളുടെ പരീശന്മാരുടെയും ശാസ്ത്രിമാരും എപ്പോഴും യേശുക്രിസ്തുവിനെ ഇങ്ങനൊരു കൂട്ടർ നോക്കി നടക്കുന്നുണ്ടല്ലോ, അവൻ എന്താ ചെയ്യുന്നത് കാണാനായിട്ടത്. അവനൊട്ട് സുഖം പ്രാപിക്കത്തുമില്ല, അല്ലെ സാധാരണ പറഞ്ഞ പട്ടിയോട്ട് പുല്ല് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല. ഇവനൊരു അനുഗ്രഹവും പ്രാപിക്കത്തില്ല, ഒരു നന്മയും പ്രാപിക്കുക. ഇങ്ങനെ ക്രിട്ടിക്സ് ഇങ്ങനെ നോക്കി നടക്കുക. ഇവൻ ഒരു നന്മയില്ല, പക്ഷേ ഇവൻ സൗഖ്യം പ്രാപിച്ച ആളുകളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടിട്ടെങ്കിലും ഇവൻ അതിലേക്കൊന്ന് വരാനൊരു താല്പര്യം കാണിക്കും. ഇന്നും അങ്ങനെയുള്ള സമൂഹത്തിൽ ആൾക്കാരുണ്ട്. അവരെല്ലാത്തിലും ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് നിരീക്ഷകരായിട്ട് നിൽക്കുക. അതുകൊണ്ട് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നിരീക്ഷകരല്ല. യേശുക്രിസ്തുവിൻ്റെ ശക്തി ശരീരത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന രീതിയിൽ ദൈവത്തെ തൊടുവാൻ താല്പര്യമെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് നമ്മൾ ശക്തന്മാരായിട്ട് മാറ്റും. ബലഹീനരായിട്ട് തീരുമാനമല്ല. യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് വരുന്നവരൊരു ബലഹീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പിന്നെ യേശുക്രിസ്തു എന്താ അവനുള്ള പ്രയോജനം എന്താ? ഇവിടെ നമ്മുടെ രോഗത്തിന് സൗഖ്യം തരാൻ യേശുക്രിസ്തുവിന് കഴിയും. ആ യേശുക്രിസ്തുവിനെ നമ്മൾ തൊടേണ്ട രീതിയിൽ തൊട്ട്, വിളിക്കേണ്ട രീതിയിൽ വിളിച്ച് അവൻ്റെ സന്നിധിയിൽ അഭയാചന ചെയ്യുമ്പോൾ അവൻ നമുക്ക് സൗഖ്യം തരുന്ന ദൈവമാണ്. ഇവിടെ വേറെ കാര്യം, ഇവിടെ അനേകർ കർത്താവായ യേശുവിനെ തെക്കി തീർക്കുന്നുണ്ടായിരുന്നു, അനേകർ കർത്താവിനെ തൊടുന്നുണ്ടായിരുന്നു. എന്നാൽ അവർക്കാർക്കും ലഭിക്കാത്ത ഒരു സൗഖ്യത്തിൻ്റെ സ്പർശനം ഈ സ്ത്രീക്ക് ലഭിക്കുകയാണ്. അപ്പം ഇന്ന് അനേകർ കർത്താവായ യേശുവിനെ തൊടുന്നുണ്ടായിരിക്കണം, ഇന്നും അനേക കർത്താവായ യേശുവിനെ അറിഞ്ഞ് ജീവിക്കുന്നുണ്ടായിരിക്കണം. എങ്കിൽ തന്നെയും അവരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം അവർക്ക് വിശ്വാസത്തോടെ തൊടുവാൻ സാധിക്കുന്നുണ്ടോ? ഇന്ന് ഈ പാവം സ്ത്രീ, അവൾക്ക് ആരുമില്ലായിരുന്നു, എങ്കിലും ഈ സ്ത്രീ പോയി കർത്താവിനെ തൊടുന്നതായ സമയത്ത് മറ്റുള്ളവരും തൊടുന്നുണ്ട്, എങ്കിലും അവർക്കൊന്നും ലഭിക്കാത്തൊരു പ്രത്യേകമായ ഒരു അനുഭവം ഈ സ്ത്രീക്ക് കർത്താവ് കൊടുക്കുകയാണ്. അപ്പം നാം എത്ര വലിയ ജനക്കൂട്ട തിരക്കിലുണ്ടായിരുന്നാലും ദൈവം നമ്മളെ തിരിച്ചറിയുമെന്നുള്ളതാണ്. അപ്പം ദൈവം കർത്താവ് നമ്മളെ കാണുന്നു, നമ്മളെ മനസ്സിലാക്കുന്നു. നമ്മെ അറിയാതെ, നമ്മെ കാണാത്ത മട്ടിൽ കർത്താവായ യേശു ഒരിക്കലും പോകുകയില്ല. അതാണ് പത്രോസ് അത്രയും ആശ്ചര്യത്തോടു കൂടി, നീ എന്തിനാണ് ഇങ്ങനെ നിന്നെ തൊട്ടതാണെന്ന് ചോദിക്കും കാരണം എന്താണ്? കാരണം ഇത്രയും ആൾക്കാർ തന്നെ ഇടിച്ച് തിരക്കുകയാണ്, എന്നിട്ട് നീ ചോദിക്കും കാരണം എന്താണ്? അപ്പോൾ കർത്താവ് പറഞ്ഞില്ല, എൻ്റെ ശക്തി പുറപ്പെട്ടിരിക്കുകയാണ്. ആരാണ് എന്നെ തൊട്ടത്? ആ സമയത്താണ് സ്ത്രീ മനസ്സിലാകുന്നത്, കർത്താവായ യേശു അറിഞ്ഞല്ലോ, ഞാൻ അറിയാതെ വന്ന് തൊട്ടതാണ്, കർത്താവ് അറിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല, പക്ഷെ കർത്താവ് യേശു പറഞ്ഞിരിക്കുകയാണല്ലോ എന്ന് ഓർത്ത് ആ സ്ത്രീ വിറയലോടെ, ഞാൻ പിടിക്കപ്പെട്ടു പോയല്ലോ എന്ന വിറയലോടുകൂടി ഈ സ്ത്രീ വന്ന് കർത്താവിനെ കാണുകയാണ്. അയ്യോ കർത്താവേ, ഞാനാണ് നിന്നെ തൊട്ടത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ജനക്കൂട്ടം അറിയുന്നത് ഇങ്ങനെ ഒരു വലിയൊരു അത്ഭുത സൗഖ്യം അവിടെ നടന്നിരിക്കുകയാണ് എന്ന്. ആ സമയത്താണ് അപ്പോസ്തലനായ പത്രോസും
മറ്റുള്ള എല്ലാവരും ആ ജനക്കൂട്ടം നോക്കിയും അറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് അപ്പോഴാണ്. അപ്പം ഈ സ്ത്രീ പേടിച്ച് വിറച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിന്നു എന്ന് പറയുന്നു അല്ലേ? അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രതികരണം എന്തായിരുന്നു പാസ്റ്റർ? യേശുക്രിസ്തു ഒരു വലിയൊരു സത്യം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരാൻ ആർക്കും പേടിക്കേണ്ട കാര്യമില്ല. സമൂഹത്തിൽ ഒരുപാട് വ്യവസ്ഥിതികളുണ്ട്. മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ഉള്ളതിനേക്കാൾ കൂടുതൽ ബുദ്ധിമാന്മാർ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയിലും അവരുടെ കഴിവിലും ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന് വചനം പറഞ്ഞ കഴിയുമെങ്കിൽ മൂർഖന്മാർക്കും കൂടെ നിങ്ങൾ കീഴടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് സത്യത്തിനെ നമ്മൾ പുറംകാല് കൊണ്ട് ചവിട്ടി മെതിക്കുക എന്നുള്ളതല്ല. ഇവിടെ യേശുക്രിസ്തു നിൽക്കുന്നത്. യേശുക്രിസ്തു സൗഖ്യമാക്കാൻ കഴിയും. നല്ലൊരു ചർച്ചയായിരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും ഈ ചർച്ച തുടരാം. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ അശുദ്ധരാണോ? കർത്താവായ യേശുക്രിസ്തുവിലേക്ക് കടന്നു വരിക. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും കാണാം. പ്രിയ പ്രേക്ഷകരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ചർച്ചയിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ, ഈ സ്ത്രീ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ കർത്താവായ യേശുക്രിസ്തു അത് അറിഞ്ഞു. എന്നെ തൊട്ടത് ആർ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? അവരോരോരുത്തർ പറയാൻ തുടങ്ങി, ഞാനല്ല കർത്താവേ. അതേ രീതിയിലാണ് തുടങ്ങിയത്. എന്നാൽ യേശുക്രിസ്തു വസ്ത്രത്തിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ ശക്തി പുറപ്പെട്ടു. പക്ഷെ ആ ശക്തി മറ്റാരിലേക്കും പോകാതെ ആ തൊട്ട സ്ത്രീയിലേക്കാണ് ചെല്ലുന്നത്. മറ്റുള്ളവരും അവിടെ തൊടുന്നുണ്ട്, എങ്കിലും ആ ശക്തി അവരിലേക്ക് പോകുന്നില്ല. അപ്പം വിശ്വസ്തയോടെ നമ്മൾ തൊട്ടാൽ ശക്തി നമ്മളിൽ തന്നെ വരുമല്ലേ? അവരുടെ മറ്റുള്ളവരുടെ തൊടലിന് യാതൊരു വിധമായ അനുഭവം അവർക്കുണ്ടായില്ല. എന്നാൽ ആ സ്ത്രീയുടെ തൊടലിന് അവർക്ക് ഒരു ശാരീരികമായ ഒരു മാറ്റം അവർക്ക് ലഭിക്കുകയാണ്. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ചാടി കടലിൽ പോകാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്ന യേശുക്രിസ്തു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കടുക് ചെറുതാണ്, പക്ഷേ അതിനകത്ത് തിക്നെസ്, അത് തിങ്ങി നിറഞ്ഞ ഒരു സ്പേസ് ഇല്ല. ഇതുപോലെ നാം ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് കർത്താവേ നീ എനിക്ക് സൗഖ്യം തരും. ഇന്ന് ധാരാളം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് കർത്താവേ ഞാൻ നിന്നെ തൊടുക, എനിക്കിപ്പോൾ സൗഖ്യം വേണം. അത് നാം പറയാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരും, നാം സൗഖ്യം പ്രാപിക്കും. അപ്പോൾ ഈ സ്ത്രീ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുൻപിലോട്ട് വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്ത് പറഞ്ഞു? ഇവിടെ വചനം നമ്മോട് പറയുന്നു, കർത്താവായ യേശു ചോദിക്കുകയാണ്, എന്നെ തൊട്ടതെന്ന് ചോദിക്കുമ്പോൾ ഈ സ്ത്രീയാണെന്ന് അവൾ മനസ്സിലാക്കുകയാണ്. കർത്താവ് ഞാൻ തൊട്ടത് കർത്താവ് അറിഞ്ഞു എന്ന് അവൾ മനസ്സിലാക്കുകയും വചനം പറയണം വിറയലോടെ അവൾ വന്നു എന്നാണ് പറയുന്നത്, വിറയലോട് കൂടി. അപ്പോൾ എല്ലാവരും കാണുകെ ആ സ്ത്രീ മുൻപോട്ട് കടന്നു വരികയാണ്. അപ്പോൾ ഈ സ്ത്രീയെ ദൈവം കർത്താവായ യേശുക്രിസ്തു പ്രശംസിക്കുകയാണ്. കാരണം പറയുകയാണ്, ഈ സ്ത്രീ മുമ്പിലോട്ട് കടന്നു വന്ന് ജനമെല്ലാവരും കേൾക്കെ തനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അവരോട് വിളിച്ചു പറയുകയാണ്. അപ്പം കർത്താവായ യേശു പറയുകയാണ്, സ്ത്രീയെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുകയാണ്, നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക. അപ്പോൾ കർത്താവായ ദൈവം ആ സ്ത്രീയെ പ്രശംസിക്കുകയാണ്. കാരണം അവരുടെ വിശ്വാസം എത്ര വലിയത്. എന്നെ തെറ്റിദ്ധരിക്കവർ എത്രയോ അനേകരുണ്ടായിരുന്നു, എന്നാൽ അവർക്കൊന്നും ലഭിക്കാത്തതായ ആ പ്രത്യേക സൗഖ്യം, ആ പ്രത്യേകമായ ഒരു തൊടൽ ഈ സ്ത്രീക്ക് ലഭിച്ചതിലൂടെ ഒരു വലിയ സൗഖ്യത്തിൻ്റെ അനുഭവം ഈ സ്ത്രീക്ക് ലഭിച്ചു. അതിലൂടെ കർത്താവായ ദൈവം അവളെ പ്രശംസിക്കുകയാണ്. അവളെ സമാധാനത്തോടെ പോകുവാനായിട്ട് കർത്താവ് അവളോട് പറയുകയാണ്. ഇനി ആ അസുഖത്താൽ പിശാച് ഒരിക്കലും ഇനി അവളെ വേദനിപ്പിക്കുവാനായിട്ട് ഇടവരുത്തുകയില്ല. സ്വാതന്ത്ര്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി അവൾ മടങ്ങി പോവുകയാണ്. ജനങ്ങൾ കാണുക ഇതൊരു വലിയൊരു സാക്ഷ്യമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു അത്ഭുതത്തിലൂടെ ഇന്ന് ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് എന്ത് പഠിക്കുവാൻ കഴിയും? ഈ സാഹചര്യം ഒരു രോഗി സൗഖ്യമായി ആർക്കും സൗഖ്യമാക്കാനൊക്കെ ലോകത്തിൽ മറ്റാർക്കും കഴിയാത്ത ഈ സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ തൊങ്ങലിൽ തൊട്ട് കഴിഞ്ഞ് സൗഖ്യം പ്രാപിച്ചു. ഇന്നും ലോകത്തിൽ അനേക തീരാവ്യാധികളിൽ ഡോക്ടർമാർക്ക് സുഖപ്പെടുത്തുവാൻ കഴിയത്തില്ല, മരുന്നിനും മറ്റു കാര്യങ്ങൾക്കൊന്നും തങ്ങളെ സൗഖ്യമാക്കാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ച് നിരാശയുടെ വക്കിൽ അനേക ആളുകൾ കഴിഞ്ഞു കൂടുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കാര്യങ്ങളൊക്കെ വിളിച്ചറിയിക്കുന്നത്
യേശുക്രിസ്തുവിന് നമ്മളെ സൗഖ്യമാക്കാൻ കഴിയുന്ന ദൈവമാണ്. നമ്മൾ ഏത് വിധത്തിലുള്ള മനുഷ്യനായിരുന്നാലും യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാനും യേശുക്രിസ്തുവെ തൊടുവാനും യേശുക്രിസ്തുവിനോട് പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ആവശ്യങ്ങൾ പറയാനായിട്ട് യേശുക്രിസ്തു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എന്നാൽ മറ്റനേക ആളുകളെ പോലെ ഞാൻ ആ ദൈവത്തെ തൊട്ടാൽ അശുദ്ധമാകുകയും, അതെല്ലാം ഞാൻ സംസാരിക്കുന്ന യേശു, ആ യേശുക്രിസ്തുവിനെ ആര് തൊടുന്നോ അവൻ സൗഖ്യം പ്രാപിക്കും. മറിച്ച് ആ യേശു ഒരിക്കലും അശുദ്ധനാകുന്നല്ല എൻ്റെ യേശു. അതുകൊണ്ട് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലായിരുന്നാൽ തന്നെയും ധൈര്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൻ നമ്മുടെ രണ്ട് കൈയും നമ്മളെ സ്വീകരിച്ച് തൻ്റെ മാറോടെ ചേർത്ത് പിടിച്ച് നമ്മളെ ആശ്വസിപ്പിക്കും. ഇന്ന് നമ്മൾ എന്താണെന്ന് തിരികെ പറഞ്ഞാൽ കാണുന്നത്, ഇന്ന് ലോകരൊക്കെയും അവർക്ക് ചെയ്യുവാൻ സാധിക്കുന്നതൊക്കെയും ചെയ്യും. അവർക്ക് ഇന്ന് ലോകത്തുള്ളതായ സകലതും അവർ കൊടുത്തിട്ട് ഒടുവിൽ നിരാശയാണ് ഫലം. അല്ലെങ്കിൽ എല്ലാം സ്വന്തമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നതൊക്കെയും അവർ ചെയ്തു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ വേറൊരു വഴിയുമില്ല എന്ന് കാണുമ്പോഴാണ് ഇന്ന് ആത്മീയതയിലേക്ക് അവർ തിരിയുന്നത്. എല്ലാവരും അനുഭവിക്കുന്നു, എല്ലാം ശ്രമിക്കുന്നു, അതെല്ലാം വെറുതെ വ്യഥാവാകുമ്പോഴാണ് ഇന്ന് ഭൂമിയിൽ പലരും അവസാനം ഒരു കൈ എന്ന നിലയ്ക്ക്, അവസാനത്തെ ഒരു മാർഗം എന്ന നിലയ്ക്ക് പലരും കർത്താവിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് തിരിയുന്നതായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കാണുന്നത്. ഇന്ന് അപ്രകാരമാണ് ലോകരൊക്കെയും. എല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ കർത്താവായ ദൈവത്തെ, ആ ഒരു അന്വേഷണ ബുദ്ധിയാണ് ഇന്ന് മനുഷ്യരെല്ലാവരിലും വന്നു ചേർന്നിരിക്കുന്നത്. അപ്പം ആ ഒരു ചിന്ത മാറ്റി നാം തുടക്കം മുതൽ ഒടുക്കം വരെ ക്രിസ്തുവിനോട് ജീവിക്കാൻ നാം തയ്യാറായാൽ ദൈവം തീർച്ചയായും പോരുക തന്നെ ചെയ്യും. അതിലൊരു സംശയവും വേണ്ട. വളരെ ഭംഗിയേറിയ ഒരു ചർച്ചയായിരുന്നു. ഈ ചർച്ചയുടെ അവസാനമായിട്ട് പാസ്റ്റർ ജോയിയുമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, നീണ്ട വർഷങ്ങളായിട്ട് മനുഷ്യരുടെ മുമ്പിൽ വരുവാനോ ലജ്ജിതയായിട്ട് ശരീരത്തെ ക്ഷീണിപ്പിച്ച് പണമൊക്കെ നഷ്ടപ്പെട്ട് അവസാനമായിട്ട് യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ തൊങ്ങലിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ച ഈ രക്തസ്രാവമുള്ള സ്ത്രീയെക്കുറിച്ച് ഞങ്ങൾ കേട്ടു. ഇന്നും വർഷങ്ങളായിട്ട് നാളുകളായിട്ട് കർത്താവേ രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ. കർത്താവേ, ഇന്ന് പകൽക്കാലം നീ അവരെ തൊടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിനക്കങ്ങനെ കഴിയുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിലേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ ചർച്ച വളരെ ഭംഗിയാക്കി തീർത്ത പാസ്റ്റർ ജോൺ ജോയ്ക്കും പാസ്റ്റർ രാജേഷിനും ഹോപ്പ് ചാനലിൻ്റെ നാമധേയത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, ഈ പ്രോഗ്രാം വീക്ഷിച്ച നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. സകല വൈദ്യന്മാരാൽ ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത രോഗം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചു. നിങ്ങൾ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നുണ്ടോ? വ്യാകുലപ്പെടുന്നുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിലേക്ക് കടന്നു വരിക. വിശ്വാസത്തോട് അവൻ്റെ വസ്ത്രത്തിൽ തൊടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ.